ഈ ഹോസ്റ്റൽ ടൈപ്പ് സെറ്റപ്പിലുള്ള ഹൊറർ കോമഡികൾ ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ ഹിറ്റാകുന്നുണ്ട്. രോമാഞ്ചം, പ്രകമ്പനം ഒക്കെ ഏതാണ്ട് സമാനമായ ഫോർമാറ്റിൽ വന്നിട്ടുള്ള പടങ്ങളായിരുന്നു. ആ ഒരു സ്പേസിലേക്ക് വരുന്ന പുതിയ പടമാണ് സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്തിട്ടുള്ള കറക്കം. ഇത്തവണ വാടക വീടും ഹോസ്റ്റലും അല്ല, ലോഡ്ജാണ് കഥാപരിസരം. സിനിമയുടെ കോർ ഐഡിയയും അതിലേക്ക് ഹൊറർ എലമെന്റ് പ്ലേസ് ചെയ്യുന്ന രീതിയും സാമാന്യം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും സംവിധായകൻ സഹരചയിതാവ് കൂടിയായിട്ടുള്ള ഈ സിനിമ വളരെയധികം അണ്ടർ റിട്ടൺ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പല ഏരിയകളും വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നില്ല. വെറും 104 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഈ പടം ജനറിക് ആയ ഒരു റിവെഞ്ചിന് പകരം കുറച്ചുകൂടെ ന്യൂആൻസസുകളിലേക്ക് പോകേണ്ടതായിരുന്നു. പടങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സോണിൽ നമ്മളെ കൊണ്ടിടുന്ന തരം ഒരു സിനിമയാണ് കറക്കം. അതായത് ഇതിലെ പല എലമെന്റുകളും നമുക്ക് ഇഷ്ടപ്പെടും, വേറെ ചില പ്രധാനപ്പെട്ട പോരായ്മകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അവസാനം രണ്ടും വെച്ച് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ നല്ലതാണോ മോശമാണോ എന്ന് ഒറ്റ വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ എത്തിക്കും. പടത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ധനുഷ്, ശരിയായ ധനുഷ് അല്ല, കഥാപാത്രത്തിന്റെ പേരാണ്. അയാൾ ഒരു ഡാൻസറാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായിട്ടുള്ള, ഉത്തരവാദിത്തങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യാത്ത ഒരു ടിപ്പിക്കൽ കഥാപാത്രം. അയാളുടെ അടുത്ത സുഹൃത്ത് ടൗണിൽ അംബിക ലോഡ്ജിലാണ് താമസം. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ സ്ഥിരം പോകുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആ ലോഡ്ജിൽ നടന്നത് സ്വല്പം അലമ്പാവുകയും ധനുഷ് അവിടെ നിന്ന് കാജ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ സ്കൂട്ടാവുകയും ചെയ്യുന്നു. മദ്യപിച്ച് ഇവർ എത്തിപ്പെടുന്നത് ഒരു സെമിത്തേരിയിലാണ്. അവിടെ വെച്ച് അവർ ഒപ്പിക്കുന്ന ചില കാര്യങ്ങളും അത് അവരുടെ ഭാവിയെ എങ്ങനെ മാറ്റുന്നു എന്നതൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെറും 104 മിനിറ്റ് മാത്രമേ ഈ പടത്തിന് ദൈർഘ്യമുള്ളൂ. അതിൽ തന്നെ ചില കോമഡികളൊക്കെ നൈസായിട്ട് വർക്കാകുന്നുണ്ട്. ഇതിലെ പ്രേതങ്ങളുടെ ചില സവിശേഷതകളെയാണ് അവർ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പേടിപ്പിക്കുന്ന പ്രേതങ്ങളാണെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന പ്രേതങ്ങളെ പോലെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും ഒച്ചയും ബഹളവും ഉണ്ടാക്കി പേടിപ്പിക്കുക, ആ ടൈപ്പ് പരിപാടികളൊന്നും ഈ പ്രേതങ്ങൾ ചെയ്യുന്നില്ല. ഹൊറർ പടങ്ങളിൽ കാണുന്ന ക്ലീഷകളെ തമാശയാക്കുന്ന തരത്തിലുള്ള സ്പൂഫ് പരിപാടികൾ മറ്റ് ഹൊറർ കോമഡികളെ പോലെ ഇതിലും അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അതും ഒരു പരിധിവരെ സിനിമയെ എന്റർടൈനിങ് ആക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഡയലോഗ് ഹ്യൂമറാണ്. രണ്ടാം പകുതിയിൽ പല സ്ഥലത്തും ഡയലോഗ് ഹ്യൂമർ ചിരിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും തിരക്കഥയുടെ ഒരു സ്ട്രക്ചർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും. ഫസ്റ്റ് ഹാഫിൽ കണ്ട പല കഥാപാത്രങ്ങളും ട്രാക്കുകളും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് പടത്തിന്റെ സെക്കൻഡ് ഹാഫ് എല്ലാം കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. ഇതിനു മുന്നേ ചാൾസ് എന്റർപ്രൈസസ് എന്ന സിനിമ സംവിധാനം ചെയ്ത സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ ഓഡിയൻസിന്റെ പ്രഡിക്ഷനുകളെ പൊളിക്കാനുള്ള ശ്രമം കാര്യമായിട്ട് നടത്തുന്നില്ല. പുള്ളിയും അദ്ദേഹത്തിന്റെ എഴുത്തുകാരായിട്ടുള്ള നിബിൻ നാരായണനും അർജുൻ നാരായണനും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിലേക്ക് ലേശം ക്വേർക്കി ആയിട്ടുള്ള ഹ്യൂമർ ചേർക്കാനാണ് ശ്രമിക്കുന്നത്. വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് പടത്തിന്റെ മൊത്തം ബാക്ക് സ്റ്റോറി ഊഹിക്കാൻ പറ്റും. അവസാനം അത് നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രേതകഥയുടെ ക്ലോഷർ വളരെ ജനറിക് ആയിട്ട് ഫീൽ ചെയ്തു. മണ്ടന്മാരായ പോലീസുകാരെ ആ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്തിന്റെ കോമഡി ഡോസേജ് കൂട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുത്തുള്ള പല ഭാഗങ്ങളിലും 2D ആനിമേഷൻ അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പല ബഡ്ജറ്റ് പരിമിതികളും പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഹണി ബി, നോർത്ത് 24 ഘാതം, ജേക്കബിന്റെ സ്വർഗരാജ്യം മുതലായ സിനിമകളിലൊക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശ്രീനാഥ് ബാസി ഉണ്ട്. കറക്കത്തിൽ ആ ഒരു സ്റ്റൈൽ ഹ്യൂമർ ചെയ്യുന്ന ബാസിയെ നമുക്ക് കാണാൻ സാധിക്കും. അനായാസം തന്നെ ശ്രീനാഥ് ബാസി ആ ഒരു ഹ്യൂമർ സ്ക്രീനിൽ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ട്. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ഗംഗയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച പ്രവീൺ TJ ആണ് ഈ സിനിമയിൽ കാജ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവീണിന് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് കലിപ്പ് കാണിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് അയാളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിലെ കഥാപാത്രം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. സട്ടിലായ മീറ്റർ പിടിച്ചിട്ടുള്ള പ്രവീണിന്റെ അഭിനയം വളരെ റിഫ്രഷിംഗ് ആയിരുന്നു കാണാൻ. ഒന്നാം പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഫെമിന ജോർജിന് ഈ പടത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഡയലോഗ് പടം തുടങ്ങുമ്പോഴും ഇന്റർവെല്ലിലുള്ള പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന ഡിസ്ക്ലൈമർ വായിക്കുന്നതായിരിക്കും എന്നാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ ഫെമിന അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് സിനിമ കുറച്ചുകൂടെ സ്പേസ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ആ ഭാഗം തരക്കേടില്ലാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിരാം രാധാകൃഷ്ണൻ സ്ഥിരം ശൈലിയിൽ കുറച്ച് തമാശ പരിപാടികൾ ഇതിലും ചെയ്തിട്ടുണ്ട്. രോമാഞ്ചത്തിലുണ്ടായിരുന്ന മിതുട്ടിയും പിന്നെ ബിജുക്കുട്ടനും സിദ്ധാർത്ഥ് ഭരതനും ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ഷോൺ റോമി ലീഡ് ചെയ്യുന്ന പ്രേതങ്ങളും സ്ക്രീനിൽ വളരെ കൺവിൻസിംഗ് ആയിരുന്നു. പടം കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇവർ ഒരുപാട് സീനുകൾ ഇതിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ എന്നാണ്. കാരണം പലപ്പോഴും പല കഥാപാത്രങ്ങളെയും കാണുമ്പോൾ എവിടെയൊക്കെയോ ഒരു ഡീറ്റെയിലിംഗ്, ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രാമ വരുന്ന ഭാഗങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഹ്യൂമറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പടത്തിന് നിലവിലുള്ളത്. ആ ഹ്യൂമർ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാനും പറ്റുന്നില്ല. പ്രൊമൈസ് നോക്കുകയാണെങ്കിൽ കറക്കത്തിന്റെ ഐഡിയ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഐഡിയ ആണ്. പക്ഷേ ആ ഐഡിയയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്ലീഷകളിൽ നിന്ന് മാറി നടക്കുന്നതിന് പകരം ആ ഒരു മൊമെന്റിലുള്ള ഹ്യൂമറിന്റെ പുറകെയാണ് പടം പോകുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്